ഖുർആനെതിരാണ്, ഖുർആന്റെ പേരിലെ പച്ചക്കള്ളം പറയുകയാണ്, ഖുർആൻ നിഷേധിയാണ് ഇയാള് CK ഖുർആൻ നിഷേധിയാണ്. CK ഖുർആൻ നിഷേധിയാണെന്നാണ് മുസ്ലിയാർ പറയുന്നത്. ഏതാ നിഷേധിച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾപ്പിക്കാൻ കഴിയില്ല. കേൾപ്പിക്കാൻ കഴിയും എന്ന് ഖുർആന്റെ അകത്ത് ഒരായത്തുമില്ല. അവിടെ ഖുർആൻ ഷരീഫിൽ റസൂലുള്ള കേൾക്കൂല, ഔലിയാക്കള് കേൾക്കൂല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നക ലാ തുസ്മിഉൽ മൗത. മുഹമ്മദ് നബിയെ താങ്കൾക്ക് മരിച്ചവരെ, മയ്യത്തിനെ കേൾപ്പിക്കാൻ കഴിയില്ല, മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല. അതിൻ്റെ വിശദീകരണം ഒമാ അന്ത ബിമുസ്മി മംഫിൽ ഖുബൂർ, അതിൻ്റെ തഫ്സീറാണ്. ഖുർആൻ കൊണ്ടാ വ്യാഖ്യാനിക്കുക. ഖുർആൻ പറഞ്ഞു, നിനക്ക് മയ്യത്തിനെ മരിച്ചവരെ കേൾപ്പിക്കാൻ കഴിയില്ല, മുഹമ്മദ് നബിക്ക് ഖബറാളികളെ കേൾപ്പിക്കാൻ കഴിയില്ല, ഖബറിലുള്ളവരെയും കേൾപ്പിക്കാൻ കഴിയില്ല. ഇത് മുഹമ്മദ് നബിക്കും ബാധകമാണ്. ഖബറിൽ കിടക്കുന്ന മുഹമ്മദ് നബീന, മയ്യത്തായ മുഹമ്മദ് നബീന കേൾപ്പിക്കാൻ ലോകത്ത് ഒരുത്തനും കഴിയില്ല. ഇൻ തദൂഹും, നിങ്ങളവരെ വിളിച്ചു നോക്കില്ല, യസ്മഉ ദുആക്കും, നിങ്ങളുടെ വിളി അവർ കേൾക്കൂല. ഇനി കേൾക്കുമെന്ന് വാദിക്കുന്ന മുസ്ലിയാക്കന്മാർ അള്ളാഹു വെല്ലുവിളിക്കുന്നു. ഫദൂഹും, എങ്കിൽ നിങ്ങൾ അവരെ വിളിക്കുക. ഇത് മുസ്ലിയാക്കന്മാരെയാ വെല്ലുവിളിക്കുന്നത്. അള്ളാഹു ഖുർആനിൽ ഇതുപോലുള്ള ഈ മുസ്ലിയാർ പോലെയുള്ള മുസ്ലിയാക്കന്മാരെ വെല്ലുവിളിക്കുന്നു. ഫദൂഹും, അതിനാൽ നിങ്ങൾ അവരെ വിളിക്കുക. ഫൽ യസ്തജീബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതെന്ന് കാണട്ടെ. ഇൻ കുന്തു സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ. ഈ മുസ്ലിയാരെയും കൂടിയാണ് അള്ളാഹു വെല്ലുവിളിക്കുന്നത്. ഈ മുസ്ലിയാർ സത്യം പറയുന്നവൻ ആളാണെങ്കിൽ, അതല്ല ഭൂമിയിൽ ഏതെങ്കിലും മുസ്ലിയാർ സത്യം പറയുന്ന മുസ്ലിയാർ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മുസ്ലിയാർ ഉണ്ടായാൽ മതി സത്യം പറയുന്ന. അങ്ങനെ സത്യം പറയുന്ന ഒരു മുസ്ലിയാർ ഭൂമിയിലുണ്ടെങ്കിൽ അവരെ അള്ളാഹു വെല്ലുവിളിക്കുന്നു. ആ മൊയ്ലിയാറ എന്തിന്? മരിച്ചോലെ കേൾപ്പിച്ചിട്ട് മരിച്ചോലൊന്ന് ഉത്തരം ചെയ്യുന്നത് കാണിച്ചു തരാൻ കഴിയോ? മുഹമ്മദ് നബിക്ക് കഴിയോ ഉത്തരം ചെയ്യാൻ, കേൾക്കാൻ? ലോകത്തെന്ന് പറയുന്ന ഏതെങ്കിലും ഒരുത്തം പറയുന്ന മുഹമ്മദ് നബി കേൾക്കുക? ഉത്തരം ആർക്കെങ്കിലും ഉത്തരം ചെയ്യാൻ മുഹമ്മദ് നബിക്ക് കഴിയും? മുസ്ലിയാറെ ദീൻ എന്താന്ന് പഠിക്കാതെ ഖുർആന്റെ അകത്ത് പറഞ്ഞു. ഖുർആന്റെ ശേഷമല്ലേ മുസ്ലിയാറെ ഹദീസും തഫ്സീറൊക്കെ? ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു കഴിയില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമന്നാൾ വരെ കഴിയില്ല. ഖിയാമന്നാൾ വരെ ഖബറാളികളെ വിളിച്ചാൽ ഓല് കേൾക്കൂല എന്ന് ഖുർആൻ പറഞ്ഞു. ഇനി എന്താ പറയണ്ടേ? ഏത് CK ആയാലും വേണ്ടില്ല, ഏത് KK ആയാലും വേണ്ടില്ല, 1 കോടി രൂപ അലി കൊടകലി ഓഫർ ചെയ്തിരിക്കുന്നു. 1 കോടി രൂപ എനക്കാവശ്യമില്ല, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. ഞാൻ ഓരോരുത്തർ തന്നിട്ടാ കഴിയുന്നത്. പക്ഷെ നിങ്ങളെ കോടി എനിക്ക് വേണ്ട. എന്നെ അറിയുന്നവർ സഹായിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം കഴിയുന്നത്, എൻ്റെ മരുന്നും എൻ്റെ ഭക്ഷണമൊക്കെ. എന്നാൽ നിങ്ങളെ പറയുന്ന കോടി എനിക്ക് ആവശ്യമില്ല. എനിക്കാവശ്യം നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുത്താണ്. ഇനിയല്ല നിങ്ങൾ പറയുന്ന സത്യം, CK കല്ലേരി പറയുന്ന സത്യമല്ലെങ്കിൽ, മുസ്ലിയാർ നിങ്ങൾ പറയുന്നതാണ് സത്യമെങ്കിൽ മുഹമ്മദ് നബി കേട്ടതായിട്ടൊന്ന് തെളിയിക്കും. 1400 വർഷമായി ഈ ആയത്തുകളൊക്കെ ഖുർആൻ്റെ അകത്ത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായിട്ട് തെളിയിച്ചാൽ എനിക്ക് പൈസയൊന്നും വേണ്ട, ഞങ്ങളോട് പോരും. 1400 വർഷമായി വഫാത്തായിട്ടില്ലേ? ഇതിലിടയ്ക്ക് ഏതെങ്കിലും ഒരുത്തൻ്റെ വിളി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായിട്ട് തെളിയിച്ചാൽ ഞങ്ങളെ കൂടെ പോരും, എനിക്ക് പൈസയൊന്നും വേണ്ട. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ വഹാബികളുടെ കൂട്ടത്തിൽ ആണായി പിറന്ന മക്കളുണ്ടെങ്കിൽ തെളിയിക്കൂ മക്കളെ. തെളിയിച്ചു ഉസ്താദ്, തെളിയിച്ചു. നിങ്ങൾ 1 കോടി ഉറുപ്പ്യ പറഞ്ഞില്ലേ? ഓനക്ക് 1 കോടി വേണ്ട, 1 ഉറുപ്പ്യ നിങ്ങൾ വേണ്ട, നിങ്ങളെ കൂടെയാണെങ്കിൽ പോരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം മനുഷ്യർ പറയുന്നു, ജീവിച്ചിരിക്കുന്നവർ പറയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടതായി തെളിയിച്ചാൽ ഞാൻ നിങ്ങളെ കൂടെ പോരും. എനിക്ക് നിങ്ങളെ 1 കോടിയും വേണ്ട, 1 ഉറുപ്പ്യയും വേണ്ട. ഓക്കെ, അസ്സലാമു അലൈക്കും.